ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആദ്യം തന്നെ ഒരു ഡാൻസ് വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഞാൻ പറയാം. ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു ജ്വല്ലറി ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിൻ്റെ ഡിസൈനും ഇതിൻ്റെ ക്വാളിറ്റിയും ഇഷ്ടപ്പെട്ടിട്ട് കണ്ടിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഡാൻസ് വീഡിയോ കാണിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡാൻസിന് ഞാൻ മേടിച്ചിട്ടുള്ള എൻ്റെ ഓർണമെൻറ്റ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് മേടിച്ചത്. ശരിക്കും പറഞ്ഞാൽ കണ്ടോ, ഞാൻ ഡാൻസിന് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിച്ചത്. അരങ്ങേറ്റത്തിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വള, ഹെഡ്സെറ്റ്, പിന്നെ എന്താണ് കമ്മൽ, അരപ്പട്ട, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെനിക്ക് വീണ്ടും ഇനി നെക്സ്റ്റ് പ്രോഗ്രാമിനായാലും അടുത്ത് കുറച്ച് നാളത്ത് കഴിഞ്ഞിട്ട് എനിക്കിത് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ കരുതി നമുക്കത് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ വെറുതെ എവിടെയെങ്കിലും ഏതെങ്കിലും കവറിൽ കെട്ടി വെച്ചാൽ അതിൻ്റെ സ്റ്റോൺസ് ഇളകി പോകാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ മുടക്കി നമ്മൾ വാങ്ങിച്ച സാധനമാണിത്. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് തന്നെയാണിത്. അപ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധയോടെ സൂക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കി നടന്നപ്പോഴത്തേനും ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു, എന്ത് പറയാനായിട്ടാണ്, ഈ ഒരു വെള്ള തുണിയിൽ, അതായത് മുണ്ടിൻ്റെ പോലത്തുള്ള തുണിയിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കാലം നല്ലതായിട്ട് ഇരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മുണ്ടിൻ്റെ ഒരു തുണി അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ തുണി ഉണ്ടല്ലോ, അതിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതെടുത്തത്. അപ്പോൾ ഇതിൽ പൊതിഞ്ഞ് നമുക്ക് ഇതിൽ ഭദ്രമായി സൂക്ഷിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ നമുക്ക് എങ്ങനെ ജ്വല്ലറി ബോക്സ് യൂസ്ഫുൾ ആകുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ അതിൽ നല്ലപോലെ കവർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് ജ്വല്ലറി ബോക്സസിൻ്റെ യൂസ്ഫുൾ വീഡിയോ മാത്രമല്ല, അല്ലാതെ ഇതിപ്പോൾ ഡാൻസ് കഴിഞ്ഞവർക്കായാലും ഈ ഓർണമെൻറ്റ്സ് സൂക്ഷിക്കാനായാലും എങ്ങനെയാണ് ഇത് സൂക്ഷിക്കേണ്ടത് എന്ന് ഒരുപാട് എന്നെപ്പോലെ ഒരുപാട് സംശയമുള്ള ആൾക്കാരുണ്ടാകും. കാരണം ഒരുപാട് പേരുടെ അരങ്ങേറ്റം കഴിയുന്നതാണ്. അല്ലാതെ തന്നെ റിയൽ ഗോൾഡായാലും സൂക്ഷിക്കുന്നവർക്കും ഇത് യൂസ്ഫുള്ളാണ്. കാരണം ഇതിൽ നമ്പർ ലോക്കുണ്ട്. ആ നമ്പർ ലോക്ക് നമ്മൾ മറക്കാതെ ഓർത്ത് വെച്ചേക്കണം. ആ നമ്പർ ലോക്ക് വെച്ചിട്ടാണ് ഇത് തുറക്കേണ്ടത്. അപ്പോൾ ആ നമ്പർ ലോക്ക് എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. ആ പെട്ടി ഞാൻ ആദ്യം അത് മറന്നു പോയായിരുന്നു. പിന്നെ ഞാൻ ഒരു ഊഹത്തിന് ഞാനത് ഓപ്പൺ ചെയ്തു. അല്ലാതെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലാതെ അത് പൊട്ടിക്കണം, അത്രേ വഴി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഓർമ്മ വന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിവേ ഞാൻ ഇതെല്ലാം ഓരോന്നായിട്ട് ഞാൻ അതിലേക്ക് ആ ബോക്സിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഫൈനലി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ക്ലട്ടേഡായിട്ട് അങ്ങനെ വെക്കരുത്. അല്ലാതെ ഒരു നയത്തിൽ ഓരോ സൈഡ് വെച്ച് അങ്ങനെ വെച്ചിരുന്നാൽ കുറച്ച് നന്നായിട്ടിരിക്കും. പിന്നെ പൂട്ടി ലോക്കിട്ടു. ഓക്കെ, അതവിടെ സേഫാണ്. ഇത് ഞാൻ എക്സ്ട്രാ കാണിച്ചു തരുന്നതാണ്. ഇതെൻ്റെ ഡാൻസിൻ്റെ ഇതാണ്, ഔട്ട്ഫിറ്റാണ്. ഞാനായിട്ട് തന്നെയാണ് സാരി വെട്ടിയിട്ടാണ് ഇത് തയ്ച്ചത്. ഞാനായിട്ട് തന്നെയാണ് ഈ കളർ കോമ്പിനേഷൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇത് ഞാനല്ലാണ്ട് നമുക്ക് സ്റ്റേജിന് പുറത്ത് കയറുന്നതിന് മുന്നേ നമുക്കിങ്ങനെ മൂടിയിട്ടാണ് കയറുന്നത്. അപ്പം അതിന് വേണ്ടി യൂസ് ചെയ്ത നേരിയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഈ ബോക്സ്, ഇതെനിക്ക് എൻ്റെ അക്കാഡമി തന്ന ജ്യോതിർഗമയ എന്ന് പറയുന്ന അക്കാഡമിയിലാണ് ഞാൻ പഠിച്ചത്. അക്കാഡമി തന്നിട്ടുള്ള ബോക്സ് തന്നെയായിരുന്നു. അപ്പോൾ ആ ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓൺലൈൻ വഴി മേടിച്ചതാണ്. ചിലങ്ക ഇട്ട് വെക്കാനായിട്ടുള്ള എനിക്ക് തോന്നുന്നു 300 രൂപ എങ്ങാണ്ടോ ആയിട്ടുള്ളൂ ഈ ഒരു ബാഗിന്. ഞാൻ ആ ചിലങ്ക സൂക്ഷിക്കുന്നത് ഞാൻ ഈ പെട്ടിക്കകത്താണ്, ഈ ഒരു ബോക്സിനകത്താണ്. എപ്പോഴും കറക്റ്റ് അത് അതിനകത്ത് തന്നെ ഇരുന്നുള്ളൂ. കാരണം ചിലങ്ക എപ്പോഴും ചില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അത് കൊണ്ടു നടക്കാൻ ഭയങ്കര പാടാണ്. അപ്പം അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ തൂക്കി നടക്കണം. ഇത് എൻ്റെ തിരുപ്പനാണ്. തിരുപ്പൻ ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് തിരുപ്പൻ സ്വന്തമായിട്ട് മേടിച്ചത് തന്നെയാണ്. അപ്പോൾ ഈ തിരുപ്പൻ എപ്പോഴും നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്ന് ഉടക്ക് പിടിക്കും. അപ്പോഴത്തേനും അങ്ങനെ പിടിക്കാണ്ടിരിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഈ എണ്ണ ഇട്ടതിന് ശേഷം നല്ലപോലെ എണ്ണ ഇട്ടതിന് ശേഷം ഈ ഉടക്കെല്ലാം മാറ്റി നല്ലപോലെ അത് കോമ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ചിരുന്നിട്ട് ഇങ്ങനെ തന്നെ പിന്നിയെടുത്ത് ഞാനത് സൂക്ഷിച്ചാണ് വെക്കുന്നത്. കാരണം അപ്പോൾ നെക്സ്റ്റ് പ്രോഗ്രാമിനാകുമ്പോഴും ഉടക്കില്ലാണ്. അല്ലാതെ നമ്മൾ ഈ തിരുപ്പനൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ഫുള്ള് കൊലഞ്ഞ് മൊത്തം എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലവർ ഓർണമെൻറ്റ്സും ഈ തിരുപ്പനും ഈ എല്ലാം യൂസ് ചെയ്യുന്ന എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സഞ്ചിക്കകത്ത് ഇട്ടതിന് ശേഷം എവിടെയെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കും. അത് നാളെയും ഉപയോഗിക്കാനുള്ളത് എന്ന് വെച്ചിട്ട് വേണം നമുക്ക് നാളെയും അത് യൂസ്ഫുള്ളാണ് എന്ന് വെച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണം ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ വെക്കുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഞാനിത് എൻ്റെ ഒരു വാച്ച് കിട്ടിയ ബോക്സാണ്, അതിനകത്ത് ഭദ്രമായിട്ടിരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഉപയോഗിച്ചത്. പിന്നെ ഇത് വടയാണ്, പക്ഷേ വട യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, തലയിൽ വെക്കേണ്ടി വന്നിട്ടില്ല. ഇത്രയേ ഉള്ളൂ. ഓക്കെ, മുടിക്കുഞ്ചലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുടിക്കുഞ്ചലും ഉണ്ട്, അല്ലാത്ത കുഞ്ചലും എൻ്റെ കയ്യിലുണ്ട്.
എനിവേ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഇത് 2 പർപ്പസോടെയാണ് ഈ വീഡിയോ ചെയ്തത്. ഈ ജ്വല്ലറി ബോക്സ് എങ്ങനെ ഉപയോഗിക്കാം എന്നും, പിന്നെ ഒരു ഡാൻസ് കഴിയുമ്പോഴത്തേനും ഈ സാധനങ്ങൾ എങ്ങനെയൊക്കെ ക്ലട്ടേർഡായിട്ട് ഇടാതെ എങ്ങനെയൊക്കെ ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള വീഡിയോയും കൂടെ ചേർത്തതാണ്. യൂസ്ഫുൾ ആയവർക്ക് യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.